മാക്ടയ്ക്കെതിരെ പരാതിയുമായി മുതിർന്ന സംവിധായകൻ അമ്പിളി. മാക്ട 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ച് ചിത്രം വരച്ചതിനാണ് മർദ്ദനമേറ്റത്. ടൗൺ ഹാളിന് മുന്നിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടത് പ്രകാരം ചിത്രം വരയ്ക്കുകയായിരുന്നു. സംവിധായകൻ GS വിജയന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നും അമ്പിളി പറഞ്ഞു. മനോജ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ. മനോജ്, എന്താണ് ഈ മുതിർന്ന സംവിധായകൻ അമ്പിളിക്ക് നേരെ ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടാകാനുള്ള കാരണം? രജനി, മാക്ടയുടെ 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൽ തന്നെ ചിത്രം വരയ്ക്കുവാനായാണ് ഈ സംവിധായകൻ അമ്പിളി അവിടെ എത്തിയത്. തുടർന്ന് വരച്ച ചിത്രത്തെ ചൊല്ലിയായിരുന്നു ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ചായിരുന്നു ഈ ചിത്രം വരച്ചത്. ഈ എറണാകുളം ടൗൺ ഹാളിന് മുന്നിലാണ് ഇത്തരത്തിൽ ഈ മാക്ടയുടെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ ചിത്രം വരയിൽ പങ്കെടുത്തത്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം, അതായത് ഏത് തരത്തിലുള്ള ചിത്രമാണ് അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണ് വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്നാണ് അദ്ദേഹം തന്നെ സ്വന്തം ഭാവനയിൽ ഒരു ചിത്രം വരച്ചത്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ച് ഉള്ളതായിരുന്നു. അതിൽ ഈ ചിത്രത്തിന് മുകളിൽ WCC എന്ന ടൈറ്റിൽ രേഖപ്പെടുത്തിയതോടെയാണ് ഇത്തരത്തിലൊരു സംഘം ആളുകൾ വന്ന് മർദ്ദിച്ചതെന്ന് അമ്പിളി പറയുന്നുണ്ട്. അവിടെ എത്തി ഈ സംവിധായകൻ GS വിജയന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ചിത്രം കീറിയെറിയുകയും തുടർന്ന് ഈ മർദ്ദിക്കുകയും ചെയ്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ശ്രീകുമാരൻ തമ്പിക്ക് വേണ്ടി അദ്ദേഹത്തിന് സമ്മാനിക്കുവാനായി അമ്പിളി സ്വന്തമായി വരച്ച ഒരു ചിത്രം കൂടെ ഉണ്ടായിരുന്നു. ആ ചിത്രവും ഇത്തരത്തിൽ അവിടെയിട്ട് ചവിട്ടി പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഇതിനോടകം തന്നെ ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ അപമാനിക്കപ്പെട്ടു എന്നുള്ള കാര്യം തന്നെയാണ്. അപമാനിക്കപ്പെട്ട ഒരു സംവിധായക ചിത്രകാരന്റെ പ്രതിഷേധം എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആ കുറിപ്പ് എഴുതിയിട്ടുള്ളത്. അതിൽ കൃത്യമായും അദ്ദേഹം മാക്ടയ്ക്കെതിരെ പരാതിയുമായി മുതിർന്ന സംവിധായകൻ അമ്പിളി രംഗത്തെത്തിയിരിക്കുകയാണ്. മനോജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.